ആടുജീവിതം പോലത്തെ ഒരു സർവൈവൽ ഡ്രാമ മലയാളത്തിൽ നിന്ന് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ആടുജീവിതം പോലത്തെ എന്ന് പറയാൻ കാരണം കമ്പാരിസൺ അല്ല, അവരൊരു മിനി ആടുജീവിതം എടുത്തു വെക്കാൻ നോക്കിയത്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എടുത്തു വെച്ചപ്പോ ഒരു സീരിയലോ ഡോക്യുമെന്ററി ഒക്കെ ആയിപ്പോയി. രാസ്ത എന്നാണ് സിനിമയുടെ പേര്. 2024 ഇറങ്ങിയ ഒരു പടമാണ്. ഇത് പറയുമ്പോൾ കുറെ സിനിമയുടെ ഒരു മിക്സ് ആയിട്ട് എനിക്ക് തോന്നിയത്. അതായത് ആടുജീവിതത്തിന്റെ ഒരു 4 സ്കൂപ്പ് എടുത്ത് മിക്സിയിലിടുക, കുഞ്ചാക്കോ ബോബന്റെ മധുര നാരങ്ങയുടെ ഒരു 2 സ്കൂപ്പ് എടുത്ത് മിക്സിയിലിടുക, പിന്നെ നമ്മുടെ ശ്രീനിവാസന്റെ അറബിക്കഥ ഇതൊരു 2 സ്കൂപ്പും കൂടി എടുത്ത് ഇടുമ്പോൾ രാസ്ത റെഡിയായി. പക്ഷെ ഇതിൽ ഉപയോഗിച്ച പാല് പഴയതായതുകൊണ്ട് തന്നെ സാധനം കേട് വന്ന് പോയി എന്ന് പറയാം. സോ യൂഷ്വലി ഒരു സർവൈവൽ ഡ്രാമയുടെ ബാക്ക് ബോൺ പറയുമ്പോൾ ഈ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ ഏറ്റവും വലിയൊരു നെഗറ്റീവ്. അത് തന്നെയാണ്. നമ്മുടെ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് സർജാനോ ഖാലിദാണ്. ഇതിൽ ഒമാനാണ് കാണിക്കുന്നത്. ഒമാനില് സ്വന്തം അമ്മയെ തപ്പിയിട്ട് വരികയാണ് ഈ സിനിമയിലെ നായിക. അപ്പൊ അതിന് സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സർജാനോ ഖാലിദ് നായകനുണ്ട്. സോ ഇങ്ങേർക്ക് വേറൊരു കാമുകയുണ്ട്. അപ്പൊ ഈ കൊച്ചു വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പരസ്പരം സംശയമായി. പിന്നെ അങ്ങനെ ഉണ്ടാവുന്ന ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു ബർത്ത്ഡേ പാർട്ടി കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ സിനിമയുടെ നിലവാരം എത്രത്തോളം ഉണ്ട് എന്ന്. ഒരു ഇമോഷണൽ സീൻ ഉണ്ട്, അമ്മയെ പറ്റി പറയുന്ന ഒരു ഇമോഷണൽ സീൻ ഉണ്ട്. ശരിക്കും അതൊക്കെ പറയുമ്പോൾ ഭയങ്കര കിടിലൻ സീനാവേണ്ടാണ്. പക്ഷെ ഒരു ഇമോഷണൽ കണക്ഷൻ അതൊന്നും തോന്നിയില്ല. അതേപോലെ തന്നെ സർജാനോ ഖാലിദ് നമ്മുടെ നായികയെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു സീൻ ഉണ്ട്, ഈ മറ്റേ വാട്സപ്പ് വഴി ഓടി വെച്ചത്. അത് അതിലേറെ ബോറായിരുന്നു എന്ന് പറയാം. പിന്നെ അമ്മയെ തപ്പി പോണ വഴിക്ക് സൺസെറ്റ് കാണണം പറഞ്ഞിട്ട് ഏതൊരു ഡെസേർട്ടിന്റെ ഉള്ളിൽ കയറ്റും. അവിടെ വെച്ചിട്ട് അവർക്ക് വഴി തെറ്റും, അവർ അവിടെ പെടും. അതിൽ കാണിക്കുന്നത് എന്താ വെച്ചാൽ ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഡെസേർട്ട് ആണെന്നാണ്. ഇപ്പൊ നമ്മൾ ആടുജീവിതം മാത്രം എടുത്ത് നോക്കിയാൽ മതി. അതില് അവരവിടെ കിടന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാട് ചില സീൻസിൽ, ആ മറ്റേ മണല് വാരി തിന്നുന്ന സീൻസിലൊക്കെ നമുക്ക് നല്ലോണം കാണാൻ പറ്റും. ഇവിടെ കൊള്ളും ആ സീന് കാണുമ്പോൾ. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഭയങ്കര ഡേഞ്ചറസ് ആയ ഡെസേർട്ട് ആണ് പറഞ്ഞിട്ട് ഒരു പഴുതാരെ കാണിക്കുന്നുണ്ട്. പിന്നെ പാമ്പ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാറിൽ അത്രത്തേരം കിടന്നുറങ്ങിയവൻ പാമ്പ് വരട്ടെ പറഞ്ഞിട്ട് പോയിട്ട് മരുഭൂമിയിൽ കിടക്കുമ്പോൾ ഒരു പാമ്പ് വരുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ മറ്റേ സാൻഡ് സ്റ്റോം ആണ് എടുത്ത് പറയേണ്ടത്. മറ്റേ ചതിക്കാത്ത ചന്തൂല് 4 ഫാൻ അവിടെ ഇവിടെ കൊണ്ടേ വെച്ച പോലെ 4 പേര് കൂട്ടം കൂടി നിൽക്കുമ്പോൾ വന്ന് ഫാൻ വെച്ചിട്ട് കുറച്ച് കാറ്റൊക്കെ കാണിക്കുന്നുണ്ട്. ശരിക്ക് എവിടെ എത്താതെ പോയ ഒരു പടമായിട്ടാണ് തോന്നിയത്. ആൻഡ് പെർഫോമൻസ് വൈസ് എല്ലാവരും മഹാമോശം തന്നെയായിരുന്നു. 2 മണിക്കൂർ എന്തോ ഉള്ളൂ സിനിമ. മനോരമ മാക്സിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. എനിക്ക് ബേസിക്കലി ഒട്ടും മറക്കാവാത്ത ഒരു പടമാണ്. കാരണം നമ്മൾ ആടുജീവിതം കണ്ടിട്ട് ഇവൻ മധുര നാരങ്ങ കാണുമ്പോൾ നമുക്കൊരു ഫീൽ കിട്ടും. അതുപോലെ ഇതിന്ന് കിട്ടിയില്ല. സോ ആടുജീവിതം, അറബിക്കഥ, മധുര നാരങ്ങ ഇതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. മനോരമ മാക്സിൽ അവൈലബിൾ ആണ്. ഇതും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി ഉണ്ടാവും. എനിക്ക് ഒരു ഗ്യാരണ്ടി വാറണ്ടി തരാൻ ഞാൻ ഇവിടെ ടിവിയോ ഫ്രിഡ്ജോ വെക്കാൻ വന്നോന്നല്ലല്ലോ. എനിക്ക് പറയാനേ പറ്റുള്ളൂ എനിക്ക് ഇഷ്ടമായില്ല, ഇങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമാവും, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ കുറെ പേര് പറയുന്ന കേട്ടു എന്റെ 2 GB പോയി, എന്റെ 5 GB പോയി. ഞാൻ എന്നാ ചെയ്യാനാ? എന്റെ പണി വന്നിട്ട് ഇങ്ങനത്തെ ഒരു പടം ഇറങ്ങിയിട്ട് വന്ന് പറയാനാണ്. എന്റെ ഒപ്പീനിയൻ ഒക്കെ എപ്പോഴും സെക്കൻഡറി തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സിനിമ ഇറക്കുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ദയവ് ഇത് കാണിക്കുക. എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമ ഇഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട്.